നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് നേരെ നടപടികൾ കടുപ്പിക്കുകയാണ് കുവൈറ്റ് ഭരണകൂടം. വിവിധ നിയമലംഘനത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലെ നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ നിരവധി പേർ കഴിയുന്നതായുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ 12,000 പ്രവാസികളെ കഴിഞ്ഞ 3 മാസത്തിനിടെ കുവൈത്തിൽ നിന്ന് നാടുകടത്തിയതായുള്ള വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് മുതലുള്ള 3 മാസത്തെ കണക്കാണ് പുറത്തു വന്നിട്ടുള്ളത്. പ്രവാസികളുടെ നിയമലംഘനങ്ങൾ തടയാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷണൽ ഫെസിലിറ്റീസിന് കീഴിലുള്ള ഡീപ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രവാസികളെ നാടുകടത്തിയത്. നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധന കുവൈത്തിൽ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബാഹിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് രാജ്യവ്യാപകമായി പരിശോധന നടത്തുന്നത്. പൊതുധാർമ്മിക ലംഘനങ്ങൾ, തൊഴിൽ, താമസ നിയമ ലംഘനങ്ങൾ എന്നിവയാണ് പിടിയിലായ പ്രവാസികൾക്കുമേൽ ചുമത്തിയ കുറ്റങ്ങൾ. താമസ നിയമ ലംഘനങ്ങൾ തടയുന്നതിന് കർശനമായ പരിശോധനകളാണ് അധികൃതർ നടത്തിവരുന്നത്. ഇതിനായി പ്രത്യേക സുരക്ഷാ ക്യാമ്പയിനുകളും അധികൃതരുടെ നേതൃത്വത്തിൽ നടത്താറുണ്ട്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ രാജ്യത്താകെ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമലംഘനം നടത്തുന്ന വിദേശികളെ കണ്ടെത്തുന്നതിനും അവരെ നാടുകടത്തുന്നതിനും വേണ്ടിയാണ് സുരക്ഷാ ക്യാമ്പയിനുകൾ ആരംഭിച്ചത്. നാടുകടത്തുന്ന വിദേശികൾക്ക് പിന്നീട് ഒരിക്കലും കുവൈത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത വിധം വിലക്കും ഏർപ്പെടുത്തുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉന്നത സുരക്ഷാ വിഭാഗങ്ങളിൽ നിന്നുള്ള ഉത്തരവിനെ തുടർന്നാണ് നിയമലംഘകരെ പിടികൂടാൻ റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കാര്യമായ ശ്രമങ്ങൾ നടത്തുന്നത്. സെപ്റ്റംബറിലും ഓഗസ്റ്റിലും മാത്രം 7,685 പ്രവാസികളെയാണ് കുവൈത്ത് നാടുകടത്തിയത്. ഒക്ടോബർ അവസാനത്തോടെ 12,000 പ്രവാസികളെയാണ് കുവൈത്ത് നിയമലംഘനത്തിന്റെ പേരിൽ നാടുകടത്തിയത്. പരിശോധന ശക്തമായതോടെ രാജ്യത്ത് അനധികൃതമായി കഴിയുന്ന താമസക്കാരുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം രാജ്യത്തെ അവിദഗ്ധ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ. ഏതാണ്ട് 5,000-ഓളം പ്രവാസി തൊഴിലാളികൾക്ക് ഇതോടെ വർക്ക് പെർമിറ്റുകൾ നഷ്ടമാകുമെന്നാണ് സൂചന. തൊഴിൽ വിപണി പുനഃക്രമീകരിച്ചും സാങ്കേതിക വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തിയും എണ്ണം കുറയ്ക്കാനാണ് നീക്കം. അതിനിടെ തെരുവ് കച്ചവടക്കാർക്ക് നൽകുന്ന വർക്ക് പെർമിറ്റ് റദ്ദാക്കുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ചാണ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ നടപടികൾ സ്വീകരിക്കുക. ഡെമോഗ്രാഫിക്സ് സുപ്രീം കമ്മിറ്റി നിർദ്ദേശം അംഗീകരിച്ചാൽ ഉടൻ തീരുമാനം നടപ്പിലാക്കുമെന്നാണ് സൂചനകൾ. ഇതോടെ 5,000-ഓളം പ്രവാസി തൊഴിലാളികൾക്ക് അവരുടെ വർക്ക് പെർമിറ്റുകൾ നഷ്ടമാകും. രാജ്യത്തെ തെരുവു കച്ചവടക്കാർ ഭൂരിപക്ഷവും സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം തൊഴിലാളികൾ ലേബർ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.